ബാഗ്. അയ്യോ അയ്യോ, പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ എടുത്ത് വെച്ചായിരുന്നല്ലോ. പാല് ഞാൻ കുടിച്ചില്ല. കുടിച്ചില്ലേ? എന്നാ എടുത്തോണ്ട് വരട്ടെ. ഫോൺ എടുക്ക്. പിന്നെ ബോസ് വിളിക്കുന്ന പറഞ്ഞ് വിളിച്ചായിരുന്നോ? ബോസ് വിളിക്കുന്ന പറഞ്ഞാൽ അവന് വെയിറ്റ് ചെയ്യോടെ, എനിക്ക് അത്യാവശ്യം ചെന്നല്ലേ പറ്റത്തുള്ളൂ. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ആ ചിട്ടി പൈസ അവിടെ ഇരിപ്പുണ്ട്, ചിട്ടി പൈസ എടുത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പോണേ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പോട്ടെ. സമയം 9:30 എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലേ? ഞാൻ ചെയ്തോളാം. നേരത്തെ വരണേ. സൂക്ഷിച്ചു പോണേ. ഓ അവിടെ നിന്നേ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. എന്തുവാ അമ്മേ? അല്ല, അവിടെ എന്തുവായിരുന്നു കാണിച്ചു കൂട്ടിയത്? എന്ത് ചെയ്തു? ഉടുപ്പിന് ബട്ടൺ ഇട്ട് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. എന്തുവാ? മതി. സ്നേഹമൊക്കെ ആവശ്യത്തിനേ ആകാവൂ കേട്ടോ. അമ്മയ്ക്ക് എന്തുവാ അമ്മ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അല്ല, നീ ഒന്ന് സൂക്ഷിച്ചോണം. ഈ ഭർത്താക്കന്മാരെ ഇങ്ങനെ അങ്ങ് കയറുകുരി വിടരുത് കേട്ടല്ലോ പറഞ്ഞത്. ഇന്ന് 10 മണിക്കല്ലയോ എന്നും ഓഫീസിൽ പോകുന്നത്? ഇന്ന് നേരത്തെ പോയില്ലയോ? എൻ്റെ അമ്മ ഇന്ന് 8 മണിക്ക് പോകേണ്ടതാ. 1 മണിക്കൂർ താമസിച്ച ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഭയങ്കര ധൃതിയായിരുന്നു. എടി, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തണൊക്കെ അത് കഴിച്ചാ പാലെടുത്ത് അവൻ കുടിച്ചോ? അത്രയ്ക്ക് ധൃതി അവന് പോകാഞ്ഞ്. അമ്മ, ഞാൻ പറഞ്ഞത് ധൃതിയായിരുന്നു. പാൽ കുടിക്കാൻ പോലുള്ള സമയം ഇല്ലായിരുന്നു. അത് ധൃതിയല്ല, നിന്നോടുള്ള സ്നേഹക്കുറവാ അത്. അമ്മേ, സ്നേഹമില്ലായ്മയൊന്നുമല്ല. ചേട്ടനോട് നല്ല സ്നേഹം തന്നെയാണ്, അതെനിക്കറിയാം. അന്ന് വിചാരിച്ചോ മോളെ, നീ അതിൻ്റെ ദുഃഖിക്കും. നോക്കിക്കോ, ഇന്നലെ രാത്രിയിൽ ഒരു ഫോൺ വന്ന് അശ്വതി മനോഹർ എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചു. അശ്വതി മനോഹറോ? എപ്പോഴാ വിളിച്ചേ? 9:30 ആയപ്പോഴേ. എന്റെ പൊന്നമ്മേ, അത് അശ്വതി മനോഹർ അല്ല, അസിസ്റ്റന്റ് മാനേജർ എന്നാ. വായിക്കാൻ അറിയാമെങ്കിൽ മിണ്ടാന്ന് അവിടെ ഇരിക്കണം. ആരായിരുന്നാലും ഒരു പെണ്ണാ വിളിച്ചത്. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അത് അവരുടെ സംസാരവും ആക്ഷനും കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. എന്തുവായാലും 2 പേരും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, അതെനിക്കറിയാം. ദേ അമ്മേ, ചേട്ടനെ പറ്റി ആവശ്യമില്ലാത്തത് പറയരുത്. ലോകത്തിൽ ഇതുപോലെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമോനെ മഷിയിട്ട് നോക്കി കിട്ടത്തില്ല. അമ്മ ഇവിടെ ഒറ്റയ്ക്കാവോന്ന് വെച്ചിട്ടാണ് ആ ഓഫീസ് വഴി കിട്ടിയ ഫ്ലാറ്റ് പോലും വേണ്ടെന്ന് വെച്ചിട്ട് ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും കൂടെ വലിഞ്ഞു കയറി വന്ന് എനിക്ക് ആർക്കും വെച്ചു വിളമ്പണ്ടല്ലോ. ഓ, ഒരു സഹായം ചെയ്യാൻ വന്നിരിക്കുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നെന്ന് പറഞ്ഞുണ്ട്. അമ്മാ, ചിന്നത്തമ്പി, എവിടെയായിരുന്നു? അമ്മ, ഞാൻ റോഡ് വളി പോയപ്പോ എന്തോ ഒന്ന് എന്നെ ഇങ്ങോട്ട് ആകർഷിച്ച, അത് കിട്ടാ ഇങ്ങോട്ട് ഓടി വന്നത്. റോഡ് വഴി മാത്രമല്ല, വീടിനകത്തോട്ടും വഴിയുണ്ട്. അത് വഴി വാ. കുമ്പാലെ പോ, കുമ്പാലെ പോ, കുമ്പാലെ പോ, കുമ്പാലെ പോ. കാട്ടുസാമ്യന്മാരെല്ലാം കൂടെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിയേക്കുന്നു. മക്കളെ, കാട്ടുസ്വാമിയൊന്നുമല്ല, ഇത് തമിഴ്നാട്ടിലെ പ്രസിദ്ധനായ ഒരു സ്വാമിയാ. ഇയാളാണെങ്കിൽ സ്വർണ്ണമാലയൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ട്. അത് ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. പോലീസുകാരടിച്ച് ശ്രദ്ധിപ്പിച്ചതല്ലയോ സ്വർണം? മോളെ, അത് ഈ സ്വാമിയല്ല, അത് വേറെ സ്വാമി. ഈ സ്വാമി തുപ്പിയത് തനി തങ്കവാ. ആ തങ്കത്തിൽ നിന്ന് പണിഞ്ഞതാണ് ഈ താലി. ഈ താലി പണിഞ്ഞ് കഴുത്തെ ഇട്ടണൊക്കെയാണ് ഇവിടെ സർവ്വ ഐശ്വര്യങ്ങളും വന്നതും, അമ്മാവിയപ്പം മരിച്ചതും, സ്വത്തുക്കൾ മേടിച്ചതും, കാറ് മേടിച്ചതും, മോമ ഗൾഫിന് പോയതും എല്ലാം. എന്തിനാ വന്നേ? വന്ന കാര്യം നോൻ പറയാം. ഈ വീട്ടില് അന്യദേശത്തു നിന്നൊരു പെണ്ണ് വരും. അയ്യോ, പെണ്ണല്ല, ആണാ ഇവിടെ വന്നത്. എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞു. 2 പേരും കൂടെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാ. കാണുന്നത് ആണിനെ അല്ല, ഒരു പെണ്ണിനെയാണ്. ഇവിടെ ഒരു ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും. ജോലിക്കാരിയല്ല, ഒരു ചെറുപ്പക്കാരി ഒരു പെണ്ണിനെയാണ് കാണുന്നത്. അവളിവിടെ വന്ന് കയറിയാൽ അന്ന് ഇവിടുത്തെ നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങും. അതിന് നിമിത്തമാകാൻ പോകുന്നത് ഇവിടുത്തെ മരുമോനായിരിക്കും. മോളെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ അശ്വതി മനോഹർ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വിളിച്ചെന്ന്? പോവാമ്മയെന്ന് എന്തു ഈ പറയുന്നത്? അശ്വതി മനോഹരൻ അമ്മയ്ക്ക് വേറെ പണിയില്ലേ? കണ്ട ഫ്രോഡുകളെല്ലാം വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് പണി നോക്കാം.
അവള് പലതും പറയും സ്വാമി പറയാനുള്ളത് പറഞ്ഞാട്ടെ. എന്നാ കേട്ടോ. ഓ, ഈ വീട്ടിലെ അന്യദേശത്തു നിന്നൊരു പെണ്ണ് വരും. അന്നു മുതൽ ഇവിടെ അനിഷ്ടം സംഭവിച്ചു തുടങ്ങും. അമ്മ നമുക്ക് വല്ലതും കഴിക്കണ്ടേ? വിശന്നിട്ട് വയ്യമ്മ പോയി ചോറ് വിളമ്പോ. അമ്മേ അമ്മേ അമ്മേ, എന്തോ ഇത് ആലോചിച്ചോണ്ടിരിക്കുന്നേ? സ്വാമി വന്ന് ഇതൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം. എനിക്ക് അമ്മേ, എന്തുവാ അമ്മേ ഇത്? കണ്ട ഫ്രോഡുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ സമാധാനം കളയല്ലേ? ഇതൊക്കെ ചുമ്മാതാ മക്കളെ, ചുമ്മാതൊന്നുമല്ല മക്കളെ. നിന്റെ അച്ഛനെ വീടിയും വലിച്ച് തെക്ക് വടക്ക് നടന്നപ്പോൾ അയാൾ വന്നപ്പോൾ പറഞ്ഞതാ ഗൾഫിന് പോകുമെന്ന്. പോയില്ലയോ? വലിയൊരു വീട് വെക്കുമെന്ന് പറഞ്ഞ വലിയൊരു വീട് വെച്ചില്ലയോ? അത് വെച്ച്. മോക്ക് ഓർമ്മയുണ്ടോ മക്കൾക്ക് ന്യൂമോണിയ വന്നത്? ഉള്ള ഡോക്ടർമാര് മൊത്തവും കൈ ഒഴിഞ്ഞില്ലയോ? എന്നിട്ട് ഈ സ്വാമിയാ പറഞ്ഞത് ഒരു നേർച്ച പറയാന്. ആ സ്വാമി പറഞ്ഞ നേർച്ചയോടെ എൻ്റെ മക്കളുടെ അസുഖം മാറി. അത് ശരിയാ. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടിയില്ലയോ? കിട്ടി. അതുപോലെ തന്നെ എൻ്റെ തലയ്ക്കൊരു മുഴ വന്ന് ആ സ്വാമിയുടെ കിഞ്ചിൽ വെച്ച് ഇങ്ങനെ നാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാഞ്ഞങ്ങ് പോയി. അമ്മയാ? അമ്മ മാഞ്ഞതല്ല, അമ്മയുടെ മുഴ മാഞ്ഞു പോയെന്ന്. മോളെ, അതുപോലെ അയാൾ പറഞ്ഞത് മൊത്തവും സംഭവിക്കും. അച്ചിട്ട അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞത് കേട്ടില്ലയോ? ഇവിടെ ഒരു പെണ്ണ് വരുമെന്ന്. പെണ്ണ് വന്നു കഴിഞ്ഞിരുന്നാലേ എൻ്റെ മോടെ ജീവിതം അധോഗതി ആവത്തില്ല മോളെ. അമ്മയ്ക്ക് കാണാൻ വയ്യാടി, അമ്മയ്ക്ക് കാണാൻ വയ്യ മക്കളെ, അമ്മയ്ക്ക് കാണാൻ വയ്യ. മക്കളൊരു കാര്യം ചെയ്യും, നമുക്ക് ആഹാരം കഴിക്കാം. ബാ. അയാള് പറഞ്ഞത് കേട്ടില്ലയോ? ഇവിടെ ഒരു പെണ്ണ് വരുമെന്ന്. പെണ്ണ് വന്നു കഴിഞ്ഞിരുന്നാലേ എൻ്റെ മോടെ ജീവിതം അധോഗതി ആവത്തില്ല മോളെ. എൻ്റെ കുഞ്ഞിന്റെ ജീവിതം പോവത്തില്ലയോ? ഇവിടെ ഒരു പെണ്ണ് വരുമെന്ന്. പെണ്ണ് വന്നു കഴിഞ്ഞിരുന്നാലേ എൻ്റെ മോടെ ജീവിതം അധോഗതി ആവത്തില്ല മോളെ. എൻ്റെ കുഞ്ഞിന്റെ ജീവിതം. ആരാ ഇത്? ഇവളോ? ഇവളെന്റെ പുതിയ ഭാര്യ. എന്റെ ഭാര്യയാണ്. എടി, എന്റെ കമ്പനിയിലെ പുതിയ സ്റ്റാഫാണ്. നിനക്ക് ചെവി കേൾക്കത്തില്ലേ? അപ്പൊ അല്ല, പറഞ്ഞില്ലല്ലോ വരുമെന്ന്. ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഞാനാ ഇവരുടെ ടീം ലീഡർ. അപ്പോൾ സ്റ്റേക്ക് ഫ്ലാറ്റ് ഒന്നും റെഡി ആയില്ല, കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. മേളത്തെ റൂം റെഡിയായി കിടക്കുമല്ലേ, ഒരാഴ്ച എന്തായാലും ഇവിടെ കാണും. ഞാൻ നമ്മുടെ ഫ്രഷ് ആവട്ടോ, റൂം കാണിച്ചു തരും കേട്ടോ. എടിയാ, ലഗേജ് ഒന്ന് എടുത്തേക്ക്. എന്നെ സഹായിക്കാം. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അതെ, ലഗേജ് ഒന്ന് എടുത്ത് വെച്ചേക്ക്. പിന്നെ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ, കാണാട്ടോ. അപ്പൊ അയാള് പറഞ്ഞ പെൺകൊച്ചിതല്ലേ? അമ്മേ, അവള് തന്നെ മോളെ, അയാൾ പറഞ്ഞവള് തന്നെ ഇത്. അമ്മ അവളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിന് കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞതനുസരിച്ച് ഇവളാന്നാ തോന്നുന്നത്. ഇവിടെ നമ്മുടെ കുടുംബം കുളം തോണ്ടാൻ വന്നതാ. ഇനിയിപ്പോ എന്തോ ചെയ്യും അമ്മേ? ഇവളെ ഇവിടെ നിന്ന് ഓടിക്കണം മോളെ. എങ്ങനെ? ഇവിടെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അമിട്ട് മേടിച്ചിട്ട് ദൂരെ നിന്നോട്ട് എറിയണം. ഏറെ അവിടെ മേത്തുകൊള്ളും. അപ്പോഴത്തേലും ഓടിക്കളയും ശബ്ദം കേട്ട്. എനിക്ക് എന്തുവാ അമ്മ ഇത്? മോള് വാ മോളെ, മോള് വാ. ഹായ്. ഹായ് ആൻറ്റി. എന്തുവാ ഒറ്റയ്ക്കിരുന്നങ്ങ് ചിരിക്കുന്നേ? നത്തിങ് ആൻറ്റി. അല്ല, നത്തിങ് ഞാനെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. തുണിയൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നേ. മോൾ എത്ര ദിവസം കാണും ഇവിടെ? ഞാനൊരു 1 വീക്ക് ഉണ്ടാവും. ഓ, ഒരാഴ്ച എങ്ങനെ സഹിക്കുന്നു? എന്ത് സഹിക്കണം എന്ന് ആൻറ്റി? ചൂട് സഹിക്കുന്ന കാര്യം പറഞ്ഞതാ. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. അയ്യോ, ഇത്രയും തുണിയില്ലാതെ നടന്നിട്ട് മോക്ക് ചൂടെടുക്കുന്നോ? ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഇതിൻ്റെ പകുതി ഡ്രസ്സ് ഇടാറുള്ളൂ.
ഇത് പിന്നെ ഒരു കുടുംബമായതുകൊണ്ടാ ഇത്രയെങ്കിലും ഇട്ടത്. ഓ, കുടുംബത്തിൽ പിറന്നതാ. അല്ല, മോടെ അച്ഛനും അമ്മയൊക്കെ എന്തോ കൊടുക്കുന്ന? അവരിങ്ങനെ അഴിച്ചു വിട്ടേക്ക് വന്നോ? ഓ, ഞാൻ അവരെയൊക്കെ അങ്ങ് ഉപേക്ഷിച്ച ആൻറ്റി. അതെന്തിനാ? ഒരുമാതിരി ചൊറിഞ്ഞ ഉപദേശം വന്നേ. എൻ്റെ രീതികളായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പം ഞാനങ്ങ് ഉപേക്ഷിച്ചു. അതെന്തായാലും നല്ലതാ മോളെ. അച്ഛനെയും അമ്മയും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഒക്കാത്ത മക്കൾക്ക് മോക്ക് ഹൈ ലെവലിലുള്ള നല്ല ഭാവി ഉണ്ടാവും. അറിയാൻറ്റി. മോക്കെ ഇവിടെ താമസിക്കാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അടുത്തൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ ഒരു തുക്കട ഹോസ്റ്റലുണ്ട്. അവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റ് കിട്ടും. അവിടെ മേളിൽ ഓടാ. ആ ഓടും പൊളിഞ്ഞ് പിന്നെ കതവും പൊളിഞ്ഞ് ജനലും തുറന്ന് എല്ലാം ഇട്ടിരിക്കുക. അപ്പം കാറ്റ് 4 വശക്കൂടെയും കൂടെ കയറും. അതെന്തുകൊണ്ട് മോക്ക് പറ്റിയതാ? കാരണം മോടെ കൂട്ട് തുറന്ന് കിടക്കുന്ന ഒരു തുക്കട ഹോസ്റ്റലാണ്. ഓ വേണ്ട ആൻറ്റി, അവിടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അതുമാത്രമല്ല, മനസ്സ് സമ്മതിക്കില്ല. പണ്ടവൻ അങ്ങനെ തന്നെയായിരുന്നു. പണ്ടോ? നേരത്തെ നിങ്ങൾക്ക് അറിയാമോ? അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആക്ച്വലി ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നല്ലോ, ബാംഗ്ലൂർ മനു വർക്കിന് വന്ന സമയത്തെ. എത്ര നാളുണ്ടായിരുന്നു റിലേഷൻഷിപ്പ്? അത് 1 വീക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ ഇരിയമ്മേ. ആൻറ്റി ഭയങ്കര ചൂടിട്ടോ. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ടിട്ട് വരാവേ. അതെ, വരുമ്പോഴേ പിറന്ന രീതി വരല്ലേ. എന്തെങ്കിലും ഒന്ന് മറച്ചോണ്ട് വേണേ വരാൻ. അയ്യോ, തോണ്ടോ എല്ലാം ഊരുന്നു. എന്തുവാടി? ഇവിടെ ഇരുന്നേ. എന്തുവാ? ആ പെങ്കൊച്ച് എന്തുവാ നിങ്ങളുമായിട്ട് ബന്ധം? എന്തുവാ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് മുമ്പ് എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഇതങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹന്ന മാത്യു. അതാണ്. പക്ഷെ അതാ ഇതെന്ന് എന്താ എന്നോട് വന്നപ്പോ പറയാഞ്ഞേ? ഇടി, നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്പുറത്ത് നിന്ന് കേട്ടാലോ? നീ മനസ്സിലാക്കുന്നതിനോട് അമ്മ മനസ്സിലാക്കണമെന്നുണ്ടോ? അതാവും, മനസ്സിലാക്കാൻ പറ്റും. എത്ര നാൾ കാണും? ഒരാഴ്ചയോ? ഞാൻ പോകാൻ പറയണോ? അല്ല, വേണ്ട 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 വേണ്ട. അല്ല, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പോകാൻ പറയാം. വിശ്വാസം ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് വിശ്വാസം. ഉറപ്പാന്നേ? ഇത് പിന്നെ മുഖം വല്ലായിരിക്കുന്നത്. എടി, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാ. 7 രായും പകലും അവളിവിടെ ഉണ്ടാവും. അവരെ ഒരിക്കൽ സ്നേഹിച്ചവരാ. അവരെപ്പോൾ കണ്ടിരുന്നാലും ആ ഒരു മനസ്സുകൊണ്ട് ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കും, കാന്തം പോലെ. അതുകൊണ്ട് നിന്റെ ഒരു കണ്ണവരിൽ വേണം എപ്പോഴും. സൂക്ഷിച്ചോണം നീ. ഡീ കേട്ടോ, ചിരി കേട്ടോ? നിനക്ക് എന്തോ മനസ്സിലായി? ചിരിക്കുവാന്ന് മനസ്സിലായി. എടി മൊണ്ണേ, അത് ചിരിയല്ല, അത് കൊലച്ചിരിയാ. അവരടുക്കാൻ നീ അനുവദിക്കരുത്. നീ ഇങ്ങനെ പല്ല് കടിച്ചുകൊണ്ടിരിക്കാതെ ഓടി അങ്ങോട്ട്. പൊട്ടിയാണോന്ന് ചോദിച്ചാൽ ഞാൻ എന്തൊരു പൊട്ടിയായിരുന്നു അറിയാമോ? എന്നിട്ട് ഇവള് നേരെ ഞങ്ങൾ 4 പേരെ മമ്മിയിൽ പോയിട്ട് ഇവള് അടിച്ച് പിറ്റ്. അതിനിടയ്ക്ക് കൂടെ ഒരുത്തൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട്. കോമഡിയൊന്നുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇവനാണെങ്കിൽ പിറ്റ് എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. ആദ്യം എല്ലാം വിറ്റ് ടാക്സി വിളിച്ചു പോയി. ടാക്സിക്കാരന് വഴി തെറ്റിച്ചു കൊടുക്കും. വഴി തെറ്റിയതല്ല, വഴി തെറ്റി. അവളെ തെറ്റിയതല്ല, ഏതോ ഒരു കാട്ടിൽ ചെന്ന് കയറി. അവിടെ ചെന്ന് റേഞ്ചില്ലാത്തടത്ത് നിന്ന് വിളിക്കുക. കോമഡി
ഷോപ്പ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോവാവേ. വിശാൽ മാർട്ടിലോ? അത് മതി, അവിടെ കുറച്ച് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വാടി. എന്തോ അമ്മേ? അതുകൊണ്ട് രണ്ടും കൂടെ കറങ്ങാൻ പോയിരിക്കണം. ചെല്ലടി അങ്ങോട്ട്. എന്തടി? എവിടെ പോവാ? ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകും. പർച്ചേസ് ചെയ്യാൻ പോകണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്കും കുറച്ച് പർച്ചേസ് ഉണ്ട്. ഞാൻ കൊണ്ടുപോകണം. എനിക്ക് ഒരു വയ്യാഴികയില്ല. എന്താ വയ്യാഴിക? നിങ്ങൾ കൊണ്ടുപോയി പറ്റുമോ? ഞങ്ങൾ പൊയ്ക്കോളാം. എനിക്ക് കൊച്ചിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, എന്താടി? എന്താണോ പാതിരാത്രി തന്നെ കൊണ്ടുപോകണോ ഷോപ്പിങ്ങിന്? എന്നോട് പറഞ്ഞപ്പോ പിന്നെ കൊണ്ടുപോണ്ടേ? പറഞ്ഞപ്പോ പറ്റത്തില്ലെന്ന് പറയണം. അയ്യോടാ, കറങ്ങാൻ പറ്റിയ മുതല് വേണ്ടേ? എനിക്കറിയാം, ഒരിക്കലുണ്ടായ പ്രേമം ഒരിക്കലും മാറത്തില്ലെന്ന്. മനസ്സിലായോ? രണ്ടുപേരും കാന്തങ്ങളാ, രണ്ടും കൂടെ ആകർഷിക്കും. 7 രാത്രി 7 പകലും, ഇനി മിച്ചം 1 രാത്രി 1 പകലും. ഞാനിങ്ങനെ സഹിക്കും. എന്റെ പൊന്നു മോളെ, അതൊരു പാവം പെങ്കൊച്ച. നീ ഇങ്ങോട്ട് തിരുന്നേ. പാവം കൊച്ചാనికి അതുമായിട്ട് എന്തിനാ ബ്രേക്കപ്പ് ആയത്? അതിന് ഞാൻ കെട്ടിക്കൊള്ളാൻ വയ്യോ. നീ ഇങ്ങോട്ട് തിരുന്നേ, ഇങ്ങോട്ട് തിരുന്നേ. എന്തുവാ? എടി, നീ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആയിരുന്നു, അത് ഒരാഴ്ച. അതവള് പറഞ്ഞു. അതെങ്ങനെ ബ്രേക്കപ്പ് ആയെന്ന് നീ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ചുമ്മാ വെച്ച് കാണും. അതാ കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ല, കാരണം നോക്കി തന്നും കാണും, അതായിരിക്കും. എന്നാ ഒന്നുമല്ല, 6 ദിവസം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചായിരുന്നു. 7ാമത്തെ ദിവസമായി എനിക്ക് മനസ്സിലായ കാര്യം തോന്നുന്നു. എടി, അവക്ക് എന്നോട് താല്പര്യമില്ല. ഇനി ആരാ നിങ്ങളുടെ കൂട്ടുകാരന് താല്പര്യം? എടി അല്ല, അവക്ക് ആണുങ്ങളോട് താല്പര്യമില്ലാത്തൊരു പെങ്കൊച്ച. എന്ന് വെച്ചാ പെൺകുട്ടികളെ ആ കൊച്ചിന് ഇഷ്ടം. എടി, അവളോട് അടുത്തിടപെടുന്ന സുന്ദരികളായ പെൺകുച്ചുങ്ങളെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സുന്ദരിയാണോ? പിന്നല്ലേ. ഇപ്പൊ സന്തോഷമായല്ലോ, നിന്റെ പ്രശ്നം തീർന്നല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. എന്നാൽ ഇനി ഒരു സന്തോഷ വാർത്ത പറയട്ടെ. അവളിനി ഒരു 5-6 മാസത്തെ കൂടെ ഇവിടെ കാണും.